എങ്ങോട്ട് പോണു മോളെ? അതെ, മെഴുക്കുവരട്ടിക്ക് എല്ലാം റെഡിയാക്കി ഉള്ളി തീർന്നിരിക്കുക. ഞാൻ റസിയുടെ അടുത്ത് പോയിട്ട് കുറച്ച് ഉള്ളി വാങ്ങിയിട്ട് വരാം. വേണ്ട, ഉള്ളി വാങ്ങിക്കാൻ പോയിട്ട് അവിടെ കഥയും പറഞ്ഞോണ്ടിരിക്കരുത്. ഉള്ളി വാങ്ങിച്ചോണ്ട് പെട്ടെന്ന് വരണം കേട്ടാ. ശരി. ആഹാ, പത്രം വായനയിലാണോ? അതെ, കുറച്ച് ഉള്ളി ഉണ്ടാവോ? ഇത് ഉള്ളി. ഈ എന്നോട് വല്ല സ്വർണവും ചോദിക്കി. ഉള്ളിയുടെ വില നോക്ക്, സ്വർണത്തിന് അതിനെക്കാട്ടി കുറവാണ്. ഇതാ കമ്പോളം നിലവാരം കണ്ടോ? ഇങ്ങനെയായിരുന്നു ജീവിക്കാനായി എന്റെ യോഗം. ആ അപ്പോഴേക്കും സെന്റ് അടിച്ചു. അല്ല, ഈ ഇന്നലെ എവിടെ പോയി? അത് ഞങ്ങൾ ഇന്നലെ ഒരു സിത്തന്റെ അടുത്ത് പോയായിരുന്നേ. ഏട്ടന് എന്താ പറയാ, ഒരു മേൽഗതി ഇല്ല. അപ്പൊ ഞങ്ങൾ സിത്തന്റെ അടുത്ത് പോയി. അന്നേരത്ത് സിത്തൻ പറയാണ്, പിന്നെ ഏട്ടനെ സഹോദരനെ പോലുള്ള ഒരു സുഹൃത്തിന്റെ സഹായം സ്വീകരിക്കുന്നിടത്തോളം കാലം ഏട്ടനൊരു മേൽഗതി ഉണ്ടാവില്ല എന്നാണ് പറയണേ. അതാരപ്പോ അങ്ങനെ ഒരു സഹോദരൻ? അല്ല, ഇങ്ങനെ ഒരേ മുലപ്പാലൊക്കെ കുടിച്ചു വളർന്നവരാകുമ്പോൾ സഹോദരന്മാരാകുമല്ലോ. ഇന്ത്യക്കായോ? അല്ല, അതല്ല അതിൻ്റെ തമാശ. എന്താന്ന് വെച്ചാലേ, ഇത് ഈ സിദ്ധൻ അങ്ങോട്ട് പറയുന്നോളൂ ഏട്ടൻ അങ്ങോട്ട് ദേഷ്യം കൊണ്ട് അങ്ങോട്ട് എണീറ്റ് ഒരൊറ്റ പോക്കാണ്. അങ്ങേരെ എന്താണ് മുഴുവൻ പറയുന്നതെന്നൊന്ന് കേൾക്കാനുള്ള മനസ്സ് പോലും കാണിച്ചില്ല. ഇനി എങ്ങാനും അയാൾ പറഞ്ഞത് ശരിയാണെങ്കിലോ, ഞങ്ങൾ വല്ല കോടീശ്വരന്മാരായി പോയാലോ? അതാണ്. നല്ല തമാശ. ഞാൻ ഇപ്പൊ ഇങ്ങനെ പത്രം വായിച്ചിട്ട് ഇരുന്ന് ചിരിക്കായിരുന്നു. എന്താണ്? അല്ല, ഇവിടെ ആ ഹെഡിങ് തന്നെ എന്താ അറിയോ? അമ്മ വേലി ചാടിയാ മോള് മതില് ചാടുന്നു. ഇതിലെന്താണ് ഇത്ര തമാശ? അല്ല, തമാശ എന്ന് വെച്ചാൽ ഞാൻ ആലോചിക്കായിരുന്നു, ഞാൻ വേലി ചാടിയിട്ട് ചീത്തപ്പേരൊന്നും കേൾപ്പിച്ചിട്ടില്ലല്ലോ എന്ന് ഓർത്തപ്പോ എനിക്ക് വെറുതെ ചിരി വന്ന്. എന്താ അറിയില്ല, ഉള്ളി എടുത്തിട്ട് വരാതെ മറന്നു. റസിയ, നീ എന്താ അങ്ങനെ പറഞ്ഞേ? നീ വേലി ചാടി ചീത്തപ്പേരൊന്നും കേൾപ്പിച്ചില്ല. അപ്പൊ ഇവിടെ വേലി ചാടിയതാരാ? ഞാൻ. അതെ, എനിക്ക് കുറച്ച് ചീത്തപ്പേരുണ്ട്, കണക്കായി പോയി. ഞാൻ അങ്ങനൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞല്ല. പക്ഷേ നീ നടത്തുന്ന പോലെ എന്റെ കെട്ടിയവനെ മണകൊണാഞ്ചനായിട്ടല്ല ഞാൻ നടത്തുന്നത്. എടോ, ഈ എന്തിനാടാ എഴുതാപ്പുറം വായിക്കണത്? ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചിട്ട് പറഞ്ഞല്ല. ഞാൻ ഉള്ളി എടുത്തിട്ട് വരാം. വേണ്ട, എനിക്ക് നിന്റെ ഉള്ളി വേണ്ട. നിന്റെ ഉള്ളിൽ ഇപ്പോഴാണ് എനിക്ക് എല്ലാം മനസ്സിലായത്. ആണെങ്കിൽ കണക്കായി പോയി. ഈ കൊണ്ടുപോയിട്ട് കേസ് എടുക്ക്. പോലീസ് വരുമ്പോ ഞാൻ പറഞ്ഞോളാം. അല്ല, പിന്നെ ഓള് രാവിലെ തന്നെ വെറുപ്പിക്കാൻ വേണ്ടി വന്നിക്കണ്. ഇതിപ്പോ എന്റെ വീട്ടിൽ വന്ന് കിടക്കണതും പോരാനിട്ട് എന്റെ ഇക്ക കാരണം അത്ര ഓള് കൊടിച്ചിരി ആകത്ത്. കണക്കായി പോയി. പറഞ്ഞിട്ടിരുന്നോ? ഉള്ളി എനിക്ക് വേണ്ടടി, നിന്റെ ഉള്ളി. ഓളുടെ ഒരു സിദ്ധനും ഒക്കെ കേക്കണം. ആ മനുഷ്യനെ പറഞ്ഞാൽ